ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 മെയ് 25 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. തുടർച്ചയായി 5-ാം തവണയും റഷ്യയുടെ പ്രസിഡന്റായി വ്ളാഡിമിർ പുടിൻ ചുമതലയേറ്റു. മാർച്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 87% വോട്ട് നേടിയാണ് പുടിൻ ജയിച്ചത്. ക്രെംലിൻ കൊട്ടാരത്തിലെ സെയിന്റ് ആൻഡ്രൂ ഹാളിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. 1999 റഷ്യയുടെ പ്രധാനമന്ത്രിയായാണ് പുടിൻ അധികാര രംഗത്ത് കടന്നു വന്നത്. 2022 നടപ്പാക്കിയ നിയമപ്രകാരം 2036 വരെ അധികാരത്തിൽ തുടരാൻ പുടിന് സാധിക്കും. ഇന്ത്യയിൽ ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ മൈക്രോ കൺട്രോളർ നിർമ്മിച്ചു. മദ്രാസ് IITയുടെ ഇൻക്യുബേഷൻ സെല്ലിന്റെയും പ്രവർത്തക ടെക്നോളജി ഫൗണ്ടേഷന്റെയും സഹായത്തോടെ പ്രവർത്തിക്കുന്ന മൈൻഡ്ഗ്രോവ് എന്ന സ്റ്റാർട്ടപ്പാണ് സെക്യൂർ IoT എന്ന പേരിട്ടിരിക്കുന്ന ചിപ്പ് നിർമ്മിച്ചത്. മിനി കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനത്തിനാവശ്യമായ വിവിധ ഇലക്ട്രോണിക് ഘടകങ്ങളെ ഒരൊറ്റ ചിപ്പിലേക്ക് സംയോജിപ്പിക്കുകയാണ് മൈക്രോ കൺട്രോളറിന്റെ ധർമ്മം. 2023-24 സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം മുംബൈ സിറ്റി FC നേടി. കൊൽക്കത്തയിലെ വിവേകാനന്ദ യുവഭാരതി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ 1-3 ഗോളുകൾക്കാണ് മുംബൈ സിറ്റി പരാജയപ്പെടുത്തിയത്. 2020-21 സീസണിലും മുംബൈ സിറ്റി ആയിരുന്നു ചാമ്പ്യന്മാർ. സീസണിൽ ഏറ്റവും കൂടുതൽ ഗോള് നേടിയ താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ദിമിത്രിയോസ് ഡയമൻകോസ് സ്വന്തമാക്കി. 2024 പത്മപ്രഭ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിന് ലഭിച്ചു. 75,000 രൂപയും പ്രശസ്തി പത്രവും പത്മരാഗക്കല്ല് പതിച്ച ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ റഫീഖ് അഹമ്മദ് നേടിയിട്ടുണ്ട്. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യ 159-ാം സ്ഥാനത്ത്. 2023 പട്ടികയിൽ 161-ാം സ്ഥാനത്തായിരുന്നു. നോർവേ ആണ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത്. ഡെൻമാർക്ക്, സ്വീഡൻ എന്നീ രാജ്യങ്ങളാണ് യഥാക്രമം 2-3 സ്ഥാനങ്ങളിൽ. റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് ആണ് സൂചിക പ്രസിദ്ധീകരിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിൽ സംസ്ഥാനത്തിന് റെക്കോർഡ് നേട്ടം. വിദേശ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ 15.92% വർധനവാണ് 2023 ഉണ്ടായത്. വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ 87.83% വർധനവും രേഖപ്പെടുത്തി. വിനോദസഞ്ചാര വകുപ്പാണ് കണക്കുകൾ പുറത്തുവിട്ടത്. 2022 3,45,549 വിദേശ സഞ്ചാരികളും 1,88,67,414 ആഭ്യന്തര സഞ്ചാരികളും കേരളം സന്ദർശിച്ചു. ആഭ്യന്തര വിദേശ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ സന്ദർശിച്ച ജില്ല എറണാകുളമാണ്. മലയാള ചലച്ചിത്ര സംവിധായകൻ ഹരികുമാർ അന്തരിച്ചു. 1981 പുറത്തിറങ്ങിയ ആമ്പൽ പൂവാണ് ആദ്യ ചിത്രം. MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ സുകൃതം ഏറെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച ചിത്രമാണ്. ഉദ്യാനപാലകൻ, എഴുന്നള്ളത്ത് എന്നിവയാണ് മറ്റ് ശ്രദ്ധേയ ചിത്രങ്ങൾ. നടി കനകലത അന്തരിച്ചു. അമച്വർ നാടകങ്ങളിലൂടെയാണ് സിനിമാ രംഗത്തെത്തിയത്. തുടർന്ന് 350-ലേറെ സിനിമകളിലും 50-ലേറെ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. 1980 ഉണർത്തുപാട്ട് എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവരുന്നത്.
അനിയത്തിപ്രാവ്, ആദ്യത്തെ കൺമണി, മയിൽപീലിക്കാവ് തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. മേളാചാര്യൻ കേളത്ത് അരവിന്ദാക്ഷ മാരാർ അന്തരിച്ചു. 40 വർഷം തൃശൂർ പൂരത്തിന്റെ ഭാഗമായിരുന്നു. തിരുവമ്പാടി വിഭാഗത്തിന്റെ മേള പ്രാമാണിക സ്ഥാനം വഹിച്ചിരുന്നു. ബ്രിട്ടീഷ് നടൻ ബെർണാഡ് ഹിൽ അന്തരിച്ചു. ടൈറ്റാനിക്, ദ ലോർഡ് ഓഫ് റിംഗ്സ് എന്നീ ചലച്ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. 1997 പുറത്തിറങ്ങിയ ടൈറ്റാനിക്കിലെ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിന്റെ വേഷമാണ് ഹില്ലിനെ പ്രശസ്തനാക്കിയത്. ഗാനരചയിതാവ് GK പള്ളത്ത് അന്തരിച്ചു. പി ഗോവിന്ദൻകുട്ടി എന്നതാണ് യഥാർത്ഥ പേര്. 1978 പുറത്തിറങ്ങിയ പാദസരം എന്ന ചിത്രത്തിലെ കാറ്റു വന്നു നിന്റെ കാമുകൻ വന്നു എന്ന ആദ്യ ഗാനത്തിലൂടെ പ്രശസ്തനായി. ചാകര, നൂൽപാലം തുടങ്ങി 10 സിനിമകൾ ഗാനരചന നിർവഹിച്ചു. ധൂർത്തപുത്രി, കുടുംബവിളക്ക് എന്നീ നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഛായാഗ്രഹകനും സംവിധായകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു. 1990 വ്യൂഹം എന്ന ചിത്രത്തിലൂടെയാണ് സംവിധാന രംഗത്തെത്തുന്നത്. 1992 സംവിധാനം ചെയ്ത യോധ എന്ന ചിത്രം എക്കാലത്തെയും മികച്ച ഹിറ്റായി മാറിയിരുന്നു. ഗാന്ധർവം, ജോണി, നിർണയം തുടങ്ങിയ ചിത്രങ്ങളും സംവിധാനം ചെയ്തു. ജോണി എന്ന ചിത്രത്തിലൂടെ മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുണ്ട്. 1.5 വർഷത്തിനു ശേഷം ഇന്ത്യയിൽ ചൈനയുടെ സ്ഥാനാപതിയായി നിയമിതനായത്. ഉത്തരം ഷു ഫെയ് ഹോങ്. സത്യജിത് റായ് ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റായ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. ഉത്തരം പ്രഭാവർമ്മ. ഇന്ത്യയിലെ യൂണിസെഫിന്റെ അംബാസഡറായി നിയമിക്കപ്പെട്ട നടി. ഉത്തരം കരീന കപൂർ. 2024 ഏപ്രിലിൽ പ്രവർത്തനം നിലച്ച റഷ്യയുടെ ചാര ഉപഗ്രഹം. ഉത്തരം കോസ്മോസ് 2221. 2024 ICC വനിതാ 2020 ലോകകപ്പിന്റെ വേദി. ഉത്തരം ബംഗ്ലാദേശ്. 36ാമത് ലാലിഗ കിരീടം നേടിയ ടീം. ഉത്തരം റയൽ മാഡ്രിഡ്. 2024 പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് ഓഫ് എക്സലൻസ് പുരസ്കാരം ലഭിച്ച മലയാള നടൻ. ഉത്തരം ജഗതി ശ്രീകുമാർ. 2024 ലോക തൊഴിലാളി ദിനത്തിന്റെ പ്രമേയം. ഉത്തരം മാറുന്ന കാലാവസ്ഥയിൽ ജോലിയിൽ സുരക്ഷിതത്വവും ആരോഗ്യവും ഉറപ്പാക്കുന്നു. അടുത്തിടെ ടിക്ടോക്ക് നിരോധിക്കാൻ ബില്ല് പാസാക്കിയ രാജ്യം. ഉത്തരം അമേരിക്ക. 2024 ONV സാഹിത്യ പുരസ്കാരം നേടിയത്. ഉത്തരം പ്രതിഭ റായ്. ഇതോടെ 2024 മെയ് 25 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.